ഞങ്ങൾ അറിഞ്ഞില്ല. പാട്ടുകളും ആക്ഷൻ സോങ്ങുകളും എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ ബോട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി ഒരു ഹോട്ടലിൽ എത്തി. ഇന്നത്തെ ഭക്ഷണം വിശിഷ്ടമാണ്. ഗലീലിയ കടലിലെ ഓരോ വലിയ മത്സ്യങ്ങളാണ് ഇന്നത്തെ പ്രധാന വിഭവം. ഭക്ഷണത്തിനു ശേഷം അല്പസമയം ഞങ്ങൾ ബീച്ചിൽ ചിലവഴിച്ചു. അതിനുശേഷം കഫർനാമിലേക്ക് യാത്രയായി. എത്ര മനോജ്ഞം എൻ്റെ ജന്മം, നീ വന്നു ചേർന്നിടുമ്പോൾ ആനന്ദമേകിടുമ്പോൾ. ഞങ്ങൾ കഫർനാമിലെത്തി. ഈശോയെ മലയിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട യേശു ഈ പട്ടണത്തിൽ വന്നു. 11ഓളം അത്ഭുതങ്ങൾ ഇവിടെ വച്ച് യേശു ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ഈ പട്ടണത്തെ ശപിക്കുന്നുണ്ട്. കൊറാസീൻ നിനക്ക് ദുരിതം, ബെസൈദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതം ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ഈ പട്ടണം നശിപ്പിക്കപ്പെട്ടു. മുള്ളുകൾ നിറയും വഴികളിലൂടെ ഏകനായേറെ സഞ്ചരിച്ചു. മുള്ളുകൾ നിറയും വഴികളിലൂടെ ഏകനായേറെ സഞ്ചരിച്ചു. ക്ഷീണിതനായി വീണൊരു നേരം നിൻ കയ്യിലെൻ. ഈശോയുടെ കാലത്ത് ഉള്ളതെന്ന് കരുതപ്പെടുന്ന ഒരു സിനഗോഗിന്റെ ഭാഗങ്ങൾ ഞങ്ങൾ കണ്ടു. ഈ പ്രദേശത്തെ കല്ലുകൾക്ക് കറുപ്പ് നിറമാണ്. എന്നാൽ ഖനനത്തിൽ അവിടെ കണ്ടെടുക്കപ്പെട്ട കല്ലുകൾ വെളുത്ത നിറത്തിലാണ്. പുറമേ നിന്ന് വലിയ പണം മുടക്കി വരുത്തി പണിയിച്ചതാകാം ഈ പഴയ സിനഗോഗ്. ഈ പഴയ സിനഗോഗിനോട് ചേർന്ന് കപ്പലാകൃതിയിലുള്ള ഒരു വലിയ പള്ളിയുണ്ട്. 1919 പണി കഴിക്കപ്പെട്ടതാണിത്. ഈ പള്ളിയുടെ അടിഭാഗത്താണ് പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്. തളർവാദ രോഗിയെ ഓടിളക്കി താഴേക്ക് ഇറക്കിയ ഭവനവും ഈ ദേവാലയത്തിനുള്ളിലാണ് എന്ന് കരുതപ്പെടുന്നു. അവിടെ നിന്നിറങ്ങിയ ഞങ്ങൾ മറ്റൊരു ദേവാലയത്തിലേക്കാണ് യാത്ര പുറപ്പെട്ടത്. യേശു ഉത്ഥാനശേഷം അപ്പവും മീനും ഒരുക്കിയ ശിഷ്യന്മാരെ കാത്തിരുന്ന സ്ഥലം ഇതാണ്. ഈ പാറപ്പുറത്ത് മനോഹരമായ ഒരു ദേവാലയം ഇന്ന് പണികഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്നേഹിതരെന്നെ വെറുത്താലും ജീവിതഭാരം ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. അഷ്ടസൗഭാഗ്യങ്ങളുടെ മലയിലേക്കാണ് ഇനിയുള്ള യാത്ര. ഞങ്ങൾ മലമുകളിലെത്തി. ഇവിടെ വെച്ചാണ് യേശു അഷ്ടസൗഭാഗ്യങ്ങളെ പറ്റി പഠിപ്പിച്ചത്. കൈപിടിച്ചെന്നെ വഴി നടത്തും നിൻ തിരുഹൃദയം ചൊരിയുന്ന സ്നേഹം. കൈപിടിച്ചെന്നെ വഴി നടത്തും. എത്ര പ്രശാന്തം ഉള്ളിൻ്റെ ഉള്ളം നീ വരുമ്പോൾ നാഥാ. എത്ര പ്രശാന്തം ഉള്ളിൻ്റെ ഉള്ളം നീ വരുമ്പോൾ നാഥാ. ഇവിടെ അതിമനോഹരമായ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിക്ക് 8 ജനാലകളുണ്ട്. ഈ ജനാലകൾ അഷ്ടസൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു. പള്ളിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശങ്ങളും കാണാം. എന്നാൽ പുറത്തു നിന്ന് ജനലിലൂടെ നോക്കിയാൽ പള്ളിക്കകത്തുള്ള കുരിശുരൂപം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം. ഈ ദേവാലയത്തിന്റെ താഴ്വാരത്ത് ഗലീലിയ തടാകമാണ്.
ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകമുള്ള ബദ്ധമായ ആത്മാവോടും ബദ്ധമായ ശരീരത്തോടുകൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീകളിൽ നിന്ന് ജാതനായി നിയമത്തിൽ അധീനരാകുവാൻ നിയമത്തിൽ അധീനമാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നിയമങ്ങളെല്ലാം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ജീവിതം മുഴുവനൊരു ബലിയായിരുന്നു. അത് ബത്ലഹേമിൽ മാത്രമല്ല, കാൽവരി കുരിശിൽ മാത്രമല്ല, ജീവിതം തന്നെ ബലിയായി. ഈ ജീവിതം തന്നെ ഒരു ബലിയായിട്ട് അർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ നഗരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഞങ്ങളുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സഭയിലും അവിടുത്തെ തലയിലും നാഥൻ മരനില ചൊരിയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇസ്രായേലിലെയും പാലസ്തീനയിലെയും സന്ദർശനം പൂർത്തിയാക്കി അടുത്ത രാജ്യമായ ജോർദാനിലേക്ക് പോകാൻ ഞങ്ങൾക്ക് സമയമായി. യാത്ര ചെയ്ത് ഞങ്ങൾ ജോർദാന്റെ അതിർത്തിയിലെത്തി. പേപ്പർ വർക്കുകൾ തീർത്ത് കൂടെയുള്ള ഗൈഡിനോട് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ ചെക്ക് പോസ്റ്റ് വഴി ജോർദാനിലേക്ക് കടന്നു. അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ ജോർദാനിലെ ഗൈഡ് സന്തോഷപൂർവ്വം നിൽക്കുന്നുണ്ടായിരുന്നു. ഈ രാജ്യത്ത് 95% മുസ്ലിങ്ങളാണ്, 5% മാത്രമാണ് ക്രിസ്ത്യാനികൾ. യേശുവും മാതാവുമൊക്കെ ഈ നാട്ടിലൂടെ കടന്നുപോയിട്ടുണ്ട്. അറബിയാണ് ഇവിടുത്തെ ഭാഷ. സിറിയ, ഇറാഖ്, സൗദി, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ് 4 വശത്തായിട്ടുള്ളത്. 1948 വരെ ഇത് ബ്രിട്ടീഷ് കോളനിയായിരുന്നു. ഞങ്ങളുടെ ജോർദാനിലെ ആദ്യത്തെ യാത്ര നെബോ മലയിലേക്കാണ്. പോകും വഴി മുഴുവനും മരുഭൂമിയാണ്. അവിടെ ഓരോ ചെറിയ കുടിലുകൾ കാണാം. ആ കുടിലുകളിൽ ആടുകളെ മേയിച്ചു കഴിയുന്ന ചെറിയ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ മലമുകളിലെത്തി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ മല സന്ദർശിച്ചിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിതമായതാണ് ഈ സ്തൂപം. എന്നും കാണുവാൻ എന്റെ ഹൃദയം തുടിക്കുന്നു. ജീവിതവല്ലരിപ്പൂവണിഞ്ഞു, ആത്മാവിൻ മോഹങ്ങൾ ചിറകടിച്ചു. എന്റെ നാഥനെ എന്നും കാണുവാൻ എന്റെ ഹൃദയം തുടിക്കുന്നു. എന്നും നിനക്കായി സ്തുതി പാടും, എന്നും ഞാൻ നിൻ മുമ്പിൽ അണഞ്ഞിടും. എന്നും നിനക്കായി സ്തുതി പാടും, എന്നും ഞാൻ നിൻ മുമ്പിൽ അണഞ്ഞിടും. രാഗമായി ഈ മലമുകളിൽ നിന്നാണ് ദൈവം മോശയ്ക്ക് കാനാൻ ദേശം കാണിച്ചു കൊടുത്തത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇന്നത്തെ ഇസ്രായേൽ കാണാം. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയത് ഇവിടെ വച്ചാണ്. അതിന് സ്മാരകമായി ഉയർത്തപ്പെട്ടതാണ് ഈ കാണുന്ന പാമ്പിന്റെ രൂപത്തിലുള്ള ഇരുമ്പ് സ്തൂപം. ഘോഷിക്കും, എന്നും ഞാൻ നിന്നെ. നെബോ മലയിൽ നിന്നും ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി കാണാൻ ഒരു സ്ഥലം കൂടി അവശേഷിക്കുന്നുള്ളൂ. സെന്റ് ജോർജ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളി. 1400 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പള്ളിക്ക്. അന്നത്തെ കാലത്തെ ചില മാർബിൾ വർക്കുകളും അതിന്റെ അവശിഷ്ടങ്ങളും അവിടെ കാണാം. രാത്രിയോടെ ഞങ്ങൾ ഹോട്ടലിലെത്തി. പ്രഭാതത്തിൽ 7 മണിയോടെ ഹോട്ടലിന്റെ ഒരു ഭാഗത്ത്
ബലിയർപ്പിച്ചതിനു ശേഷം ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. ജോർദാനിൽ നിന്നും ഞങ്ങൾ അമ്മാൻ എയർപോർട്ടിലേക്ക് യാത്രയാവുകയാണ്. പഴയ നിയമത്തിലെ അമ്മോന്യർ വസിച്ചിരുന്ന സ്ഥലമാണ് അമ്മാൻ. പരിശോധനകൾക്ക് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി കുവൈറ്റിലെത്തി. അവിടെ നിന്ന് നീണ്ട കാത്തിരിപ്പിന് ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. ഒരു ദിവ്യയാത്ര ഞങ്ങൾക്ക് സജ്ജമാക്കി തന്ന സെക്യൂൻ ധ്യാന കേന്ദ്രത്തിനും ടൂർ നയിച്ച ഫാദർ സാജു ഇലഞ്ഞിയിൽ, ബ്രദർ സാബു കാസർഗോഡ് എന്നിവർക്കും, ടൂർ ഓപ്പറേറ്റ് ചെയ്ത പാല ഇലഞ്ഞി സെക്യൂൺ ടൂറിസിനും, വിശുദ്ധ നാടുകളിലെ ഹൃദയസ്പർശിയായ രംഗങ്ങൾ ക്യാമറയിൽ പകർത്തിയ ദേവിച്ചേട്ടനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി.